ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് കേരളത്തിന് വെളിയിലേക്ക് വന്ന പെൺകുട്ടികളാണ്. ഒരു 4 കേസ് ഈ അടുത്തിടയ്ക്ക് വന്നതുണ്ട്. 4 പേരും ഗർഭിണികളായിരുന്നു. ചില പേർ മറ്റൊരു കല്യാണം കഴിക്കേണ്ടതല്ലേ. അപ്പോൾ ഇതൊന്നും പറയാതെ, ഈ പ്രസവിച്ച കാര്യമൊന്നും പറയാതെ കല്യാണം കഴിച്ചാൽ എങ്ങനെയാണ് ശരിയാവുക? കർണാടകയിൽ യുവാക്കളിൽ 7000 പേർക്ക് HIV എന്ന വാർത്ത ഈയിടെ പുറത്തു വന്നു. ഇത് തെറ്റായ വാർത്തയാണെന്ന് ചിലർ പറയുമ്പോഴും കർണാടക സ്റ്റേറ്റ് എയ്ഡ്സ് പ്രിവെൻഷൻ സൊസൈറ്റിയുടെ നിർദ്ദേശപ്രകാരം സർക്കാർ എയ്ഡഡ് സ്വകാര്യ കോളേജുകളിൽ HIV പരിശോധനയും കൗൺസിലിംഗ് ക്യാമ്പുകളും സംഘടിപ്പിക്കാൻ നീക്കം തുടങ്ങി. 18-നും 25-നും ഇടയിൽ പ്രായമുള്ളവരിലാണ് HIV സ്ഥിരീകരിച്ചത്. HIV ബാധിതരുടെ എണ്ണത്തിൽ രാജ്യത്ത് കർണാടക 3ാം സ്ഥാനത്താണെന്നാണ് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ വ്യക്തമാക്കുന്നത്. 2,60,000 പേർ കർണാടക സംസ്ഥാനത്ത് HIV വൈറസ് ബാധിതരാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വൈറസിൻ്റെ പെരുക്കം തടയാനുള്ള നീക്കമാണ് ഇപ്പോഴുള്ളത്. രോഗവ്യാപനത്തിലെ ആശങ്കയും തങ്ങൾക്ക് രോഗമുണ്ടെന്നത് അറിയാത്തവരുണ്ടെന്നുള്ള കണ്ടെത്തലിലെ വെല്ലുവിളികൾക്കുമിടയിലാണ് സർക്കാർ കോളേജുകൾ കേന്ദ്രീകരിച്ച് പുതിയ നീക്കം നടത്തുന്നത്. ഇതൊരു സൂചന മാത്രമാണ്. ലൈംഗിക അരാജകത്വം കുമ്മിയടിക്കുമ്പോൾ സംഭവിക്കുന്ന മുന്നറിയിപ്പ്. 7000 കുറഞ്ഞ സംഖ്യയാണ്. ഒരു 0 കൂടി കൂടുതലിട്ടാലും അത്ഭുതപ്പെടാനില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് കർണാടകയിലേക്കും തിരിച്ചും വരുന്ന ട്രെയിനുകളിലെ യാത്രക്കാർ പറയുന്ന അനുഭവങ്ങൾ കേട്ടാൽ നമ്മൾ നടുങ്ങിപ്പോകും. സഹയാത്രികർക്കിടയിൽ ഇരുന്നും കിടന്നും കമിതാക്കൾ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകളുടെ അറപ്പിക്കുന്ന അനുഭവങ്ങൾ. ആളുകൾക്ക് നടുവിൽ പൊതുവാഹനത്തിലിരുന്ന് ഇങ്ങനെ കാണിച്ചാൽ നഗരങ്ങളിലെ അവരുടെ സർവസ്വതന്ത്രമായ സ്വന്തം തട്ടകത്തിൽ വെച്ച് എന്തായിരിക്കും സ്ഥിതി എന്ന് ഓർക്കുക. ചോദിക്കാനും പറയാനും ശാസിക്കാനും ആരുമില്ലാത്ത ഒരു ലോകം. മംഗലാപുരത്തു നിന്നുള്ള മലബാർ എക്സ്പ്രസ്സിൽ കഴിഞ്ഞയിടെ ഞാൻ യാത്ര ചെയ്യവേ എൻ്റെ ബർത്തിന് തൊട്ടുമുകളിൽ ഒറ്റ പുതപ്പിനുള്ളിൽ അർമാദിച്ച 10-20 വയസ്സ് മാത്രമുള്ള കമിതാക്കൾ കാണിച്ച അറപ്പിക്കുന്ന പരിപാടി. അത് കണ്ടിട്ടും ഞങ്ങൾ സഹയാത്രികർക്ക് ഒരക്ഷരം ഉരിയാടാനായില്ല. കാരണം അവർ 18 വയസ്സ് കഴിഞ്ഞവരാണ്. പ്രായപൂർത്തിയായ പിള്ള. എൻ്റെ ശരീരം, എൻ്റെ ഇഷ്ടം, എൻ്റെ സ്വാതന്ത്ര്യം, അതാണല്ലോ നമ്മുടെ മുദ്രാവാക്യം. വേണേ പുതപ്പില്ലാതെയും ഞങ്ങൾ കിടക്കും. നിങ്ങൾക്ക് എന്താണെന്ന് അവർ തിരിച്ചു ചോദിച്ചാൽ നമ്മുടെ നാവ് അടങ്ങിപ്പോകും. ആ പുതപ്പിനുള്ളിൽ നടക്കുന്നത് എന്താണെന്ന് അടുത്ത ബെർത്തിൽ കിടക്കുന്ന യാത്രക്കാർക്ക് അറിയാം. അമർത്തിയ ഇക്കിളിച്ചിരിയും ഞരക്കവും ബെർത്ത് ഇളകിക്കൊണ്ടേയിരിക്കുന്ന ഒച്ചയും തകർത്തുകൊണ്ടിരുന്നു. സഹയാത്രികർക്കാണ് പരസ്പരം നോക്കാൻ പോലും ലജ്ജ തോന്നിയത്. കോട്ടയത്തിറങ്ങുമ്പോൾ 2 പേരും കെട്ടിപ്പിടിച്ച് വാതിലിൻ്റെ അരികിലുണ്ട്. എവിടെ ഇറങ്ങാനാണെന്ന് ഞാൻ ചോദിച്ചു. തിരുവല്ലയിൽ ഇറങ്ങാനാണെന്ന് ചെക്കൻ പറഞ്ഞു. വളരെ സാധാരണക്കാരായ 2 കുട്ടികൾ. ഇത് പ്രണയമല്ല, കാമമാണെന്ന് അറിയാനുള്ള വിവരം നമ്മൾക്കുണ്ട്. യഥാർത്ഥ പ്രണയം ഇങ്ങനെ ആകുമോ? യഥാർത്ഥ പ്രണയം ഇങ്ങനെ കാമോത്സവം നടത്തില്ല. അവർക്ക് പ്രണയം സ്വന്തം ജീവിതത്തിലേക്കുള്ള പ്രതീക്ഷയാണ്. അപ്പോൾ ഇങ്ങനെ പോയാൽ HIV കൂടിക്കൊണ്ടേയിരിക്കും. നോക്കൂ, വൻ നഗരങ്ങളിലെ ലിവിങ് ടുഗദർ എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു. ഒരു ഫ്ലാറ്റ് എടുത്ത് യുവതി യുവാക്കൾ ഒരുമിച്ച് കഴിയുന്നു. ജോലിയുണ്ട്, പണമുണ്ട്, യൗവനമുണ്ട്. മേൽനോട്ടത്തിന് മാതാപിതാക്കളില്ല. സ്വാതന്ത്ര്യം ആകാശത്തോളം, യൗവനം ഉന്മാദം കൊള്ളട്ടെ. ഒരു പാർട്ട്ണർ പിരിയുമ്പോൾ, ഒരു ബന്ധം ബ്രേക്കപ്പ് ചെയ്യുമ്പോൾ ഇത്തിരി തളർന്നാലും സാന്ത്വനവുമായി അടുത്തയാളിൻ്റെ വരവ്, വീണ്ടും ആവർത്തനം. ശരീരത്തിൻ്റെ, യൗവനത്തിൻ്റെ, ഇച്ഛകളുടെ, കാമത്തിൻ്റെ ഉത്സവമേളം. ഇതങ്ങനെ അങ്ങ് ചുമ്മാ നീണ്ടു പോയാൽ മതിയോ? ഒരവസാനം വേണ്ടേ? ഒടുവിൽ തമ്പുരാൻ വടിയെടുത്തു. കക്ഷിയുടെ അടിയെത്തുന്നത് HIV രൂപത്തിൽ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചികിത്സ ഫലിക്കാത്ത രോഗം. അത് തിരിച്ചറിയുന്നതിന് മുൻപ് രോഗത്തിൻ്റെ വിത്ത് എത്ര പേർക്ക് കൈമാറിയിട്ടുണ്ടാവും ഈ ആണും പെണ്ണും. അടുത്തിടെ ചില ഗവൺമെൻറ് ആസ്പത്രികളിൽ നിന്ന് പുറത്തു വന്നത് മലയാളിയെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. രഹസ്യമായി വന്ന് പ്രസവിച്ചിട്ട് കുഞ്ഞിനെ അഡോപ്ഷൻ സെൻ്ററുകൾക്ക് കൈമാറിയിട്ട് യുവതികൾ ഒന്നും അറിയാത്തതുപോലെ സ്ഥലം കാലിയാക്കുന്നു. ഒരു കുഞ്ഞിനു വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ട് വർഷങ്ങളായി കാത്തിരിക്കുന്നവർക്ക് നമ്മുടെ യുവതികളുടെ മഹത്തായ ഒരു സംഭാവന. ആ മഹാമനസ്കത നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത്. പലരും വീട്ടുകാർ പോലും അറിയാതെയാണ് ഈ 10 മാസത്തിനടുത്തുള്ള സാഹസികതയും സംഭാവനയും നടത്തുന്നത്. പിന്നെ ഒരു ജീവനെ വെള്ളത്തിലെറിഞ്ഞോ, ഫ്ലാറ്റിൽ നിന്ന് താഴേക്കിട്ടോ, ഞെക്കിക്കൊന്നോ നിശബ്ദമാക്കുന്ന പെണ്ണുങ്ങൾക്കിടയിൽ
ഈ യുവതികളുടെ കരുണയും നമ്മൾ തിരിച്ചറിയണം. കോട്ടയത്തെ സർക്കാർ ആസ്പത്രികളിൽ അടുത്തിടെ ഇങ്ങനെ വന്ന് സുഖപ്രസവം നടത്തി കയ്യും വീശിപ്പോയത് 4 വിദ്യാർത്ഥികളാണ്. അവരിൽ ഒരാൾ കുഞ്ഞിനെ കൈമാറിയില്ല. കാമുകൻ ഒരേ മതത്തിൽപ്പെട്ടവനായിരുന്നതിനാൽ പഠനം കഴിഞ്ഞ് വിവാഹിതരാകാൻ തീരുമാനിച്ചു. വീട്ടുകാരും അത് സമ്മതിച്ചു കൊടുത്തു. കാമുകൻ്റെ ശരിയായ ഊരും പേരും അറിയാത്ത ഒരു യുവതിയും കൂട്ടത്തിലുണ്ടായിരുന്നു. അതാണ് ജെൻസി പ്രണയം. ഈ പെൺകുട്ടികളെ നേരിൽ കണ്ട് സംസാരിച്ച എൻ്റെ സുഹൃത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് കേരളത്തിന് വെളിയിലേക്ക് വന്ന പെൺകുട്ടികളാണ്. ഒരു 4 കേസ് ഈ അടുത്തിടയ്ക്ക് വന്നതുണ്ട്. 4 പേരും ഗർഭിണികളായിരുന്നു. അതിൽ ഒരാളെ വിളിച്ച് സംസാരിച്ച് വിവാഹത്തിന് തയ്യാറായി. സാധാരണ ഇങ്ങനെ കേസുകൾ വന്നാൽ നമ്മൾ മാതാപിതാക്കളെ അറിയിക്കും. അങ്ങനെ അറിയിച്ച് മാതാപിതാക്കളും കൂടെ വന്നാണ് അതിനകത്തൊരു തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. മറ്റേത് പലതും അതിലൊന്ന് 2 ലീഗലി അഡോപ്ഷന് പോയി. ഒരാൾ കുഞ്ഞിനെ കണ്ടു കഴിയുമ്പോൾ കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അപ്പം കുഞ്ഞ് അമ്മയുടെ കൂടെ തന്നെയുണ്ട്. അപ്പം ഇപ്പോഴത്തെ നമ്മളൊക്കെ കുട്ടികളെ നമ്മൾ അമ്മ എന്ന നിലയ്ക്ക് എനിക്കൊത്തിരി ഇവരെയൊക്കെ കാണുമ്പോൾ ഒത്തിരി വിഷമമുണ്ട്. കാരണം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്ന് വന്ന് അടങ്ങി ഒതുക്കി നമ്മുടെ നാട്ടിൽ ജീവിച്ച് വളർന്ന പെൺകുട്ടികൾ കേരളത്തിന് വേണ്ടി ചെന്ന് കഴിയുമ്പോഴത്തേനും അവരെ ഒരുപക്ഷെ അവരുടെ സുഹൃത്തുക്കളായിരിക്കും ഇതിനകത്ത് ഇടുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. പക്ഷേ അത് ഇന്നിപ്പോൾ ലിവിങ് ടുഗദർ ഒക്കെയുള്ള സാഹചര്യത്തിൽ അത് നിയമപരമാണ്. അവർക്കങ്ങനെ ജീവിക്കുന്നതിന് ഇതിനെല്ലാം അവർക്ക്. പക്ഷേ അതിനകത്ത് ചില 1-2 കേസിലൊക്കെ അവർക്കൊരു കുറ്റബോധമൊന്നുമില്ല. ഇതിനകത്ത് പ്രത്യേകിച്ച് കുറ്റബോധമൊന്നുമില്ല. എൻജോയ് ചെയ്യുക. അപ്പോൾ അങ്ങനെ അതിനകത്ത് പക്ഷേ ഇവിടെ ഞങ്ങൾ കൗൺസിലിംഗ് ഒക്കെ കൊടുക്കും. കൗൺസിലിംഗ് കൊടുത്താലും ഇത് ലീഗലാണല്ലോ എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് അവർക്ക്. മറ്റൊരു കല്യാണം കഴിക്കേണ്ടതല്ലേ. അപ്പോൾ ഇതൊന്നും പറയാതെ, ഈ പ്രസവിച്ച കാര്യമൊന്നും പറയാതെ കല്യാണം കഴിച്ചാൽ എങ്ങനെയാണ് ശരിയാവുക? HIV രോഗമുള്ള എത്ര പേരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്, പുറത്താരും അറിയുന്നില്ല. നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് ഒത്തിരി പേര്. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഇവിടെ കർണാടകത്തിലൊക്കെ ഒരു വലിയ നമ്പർ. തീർച്ചയായിട്ടും വിവാഹത്തിന് മുമ്പ് ഞങ്ങൾക്കിപ്പോൾ ഞാൻ കാത്തലിക്കാണ്. ഞങ്ങൾക്കൊരു 3 ദിവസത്തെ അല്ല 5 ദിവസത്തെ പ്രീ മാരേജ് കൗൺസിലിംഗ് കോഴ്സുണ്ട്. നല്ലൊരു ക്ലാസ്സാണ്. അത് കൂടിയെങ്കിൽ കൂടി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളുടെ വിവാഹം നടത്തി തരുള്ളൂ. അതുപോലെ തന്നെ ഇപ്പം നമുക്കൊരു കല്യാണാലോചന വരും, HIV പരിശോധിക്കണമെന്ന് പറയാൻ പറ്റിയല്ല. അതൊരു നിയമമാക്കണമെന്ന് ഞാൻ പറയുന്നത്. പിന്നെ കുഴപ്പമില്ല, അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ്. കൗൺസിലിംഗ് വിദഗ്ധർ പോലും ഞെട്ടിപ്പോകുന്ന അനുഭവങ്ങൾ. നമ്മുടെ മക്കളെ എങ്ങനെ വിദൂര നഗരങ്ങളിലേക്ക് വിശ്വസിച്ച് നമ്മൾ യാത്രയാക്കും? ചെറുപ്പം മുതൽ മക്കളെ വിപത്തിനെപ്പറ്റി, വരാൻ പോകുന്ന വിപത്തിനെപ്പറ്റി പറഞ്ഞു മനസ്സിലാക്കുകയും മൂല്യബോധത്തോടെ വളർത്തുകയും ചെയ്യാൻ ശ്രമിക്കുക. അതുമാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. നമ്മുടെ ചെറുകനടിയിൽ നിന്ന് മാറുമ്പോഴും അവർ വ്യക്തിത്വമുള്ള കുഞ്ഞുങ്ങളായി വളരണം. എല്ലാ കുട്ടികളും അഴിഞ്ഞാടി ജീവിക്കുന്നുവെന്ന് മേൽപ്പറഞ്ഞ കണക്കുകളിൽ നിന്ന് ചിന്തിക്കരുത്. നല്ല 1% മക്കളും വഴിതെറ്റാതെ ലക്ഷ്യബോധത്തോടെയുള്ള യാത്ര ചെയ്യുന്നവരാണ്. വിവാഹം ലീഗലി രജിസ്ട്രേഷൻ ചെയ്യണം എന്ന നിയമം പോലെ വിവാഹ നിശ്ചയ സമയത്ത് HIV നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് പെണ്ണും ചെറുക്കനും ഹാജരാക്കണം എന്ന നിയമം സർക്കാർ നടപ്പാക്കണം. ഇല്ലെങ്കിൽ രോഗവാഹകരായ ചെറുപ്പക്കാർ നിരപരാധികളായ പങ്കാളികൾക്ക് രോഗം കൈമാറും. രോഗവ്യാപനം തീവ്രമാകും. താങ്ക് യു ഫോർ വാച്ചിങ് മീ.